എല്ലാവരുടെ വീട്ടിലുള്ളതുപോലെ അമ്മമാർക്കെന്ന് പറയുമ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കി ചിലരുടെ വീട്ടിൽ തലേ ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് രാവിലെ ചൂടാക്കി കൊടുക്കാറായിരിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മ രാവിലെ 5 മണിക്ക് എണീക്കും, ഫുഡ് ഉണ്ടാക്കും. അപ്പം രാവിലെ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കിയായിരിക്കും അമ്മ വയ്ക്കാറുള്ളത്. ഇപ്പോൾ തോരൻ, കറി, മീൻ പൊരിച്ചത് എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റവും കാണുകയും ചെയ്യും. അപ്പം എൻ്റെ അച്ഛനല്ല അനിയത്തിക്കാണ് ഫസ്റ്റ് പോകേണ്ടത്. അനിയത്തി 7:30 പോകും, അച്ഛൻ 7:45 പോകും, ഞാനാണ് അവസാനം 8 മണിക്ക് പോകുന്നത്. അപ്പം ചില സമയത്ത് അമ്മ ചോറൊക്കെ എടുക്കുന്ന പറയുമ്പോൾ അടുപ്പിൽ നിന്ന് എടുത്ത് എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. കാരണം നമ്മൾ ലഞ്ച് ബോക്സ് പോലും എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഹീറ്റായിരിക്കും. അപ്പം അത്രയ്ക്ക് ചൂടോടെയാണ് അമ്മ തരണം. അല്ലാണ്ട് എനിക്ക് അമ്മയുടെ ചോറ് ഇഷ്ടമല്ലാണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നതല്ല, എനിക്ക് അമ്മയുടെ ചോറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് നമ്മൾ മീൻ പൊരിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം എൻ്റെ ക്ലാസ്സിൽ പഠിക്കണം ബിനിലെന്ന് പറഞ്ഞ അവൻ്റെ ചിലവായിരുന്നു മീൻ പൊരിച്ചത്. ഞാൻ അധികം മീനിൻ്റെ ഫാനാണെന്ന് അവ അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്കും മേടിച്ചു. അപ്പം അങ്ങനെ മീൻ പൊരിച്ചതും വാങ്ങിച്ചു. മീൻ പൊരിച്ചതിന് എക്സ്ട്രാ നമ്മൾ 20 റുപ്പീസ് വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുമ്പം തോരൻ, പച്ചടി, അച്ചാറ്, മീൻ പൊരിച്ചത്, മീൻ കറി, രസമൊക്കെയാണ്. ഇതാ ഫ്രണ്ടിലിരിക്കുന്ന ഈ പച്ച ഷർട്ടുകാരനാണ്, ഇവനല്ല അപ്പുറത്തിരുന്നവനാണ് മീൻ പൊരിച്ചത് വാങ്ങിച്ചു തന്നത്. പിന്നെ ഇതാണ് എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഇന്നൊരു പുതിയ അതിഥി കൂടെ ഉണ്ട്, അവൾ ഇന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മീൻ പൊരിച്ചത് ഒരുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, കണ്ടായിരുന്നോ? കാരണം ഞാൻ മീൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ നീ എനിക്ക് ഉള്ളി തന്നാൽ ഞാൻ നിനക്ക് മീൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രേഡ് ചെയ്ത് നമ്മൾ വാങ്ങിച്ചതാണ്. അതിനുശേഷം മറ്റു പച്ചയുടുപ്പുകാരൻ ഞങ്ങൾക്ക് എന്തോ വാങ്ങിച്ചു തന്നു, ലഡു മേടിച്ചു തന്നു. ഇവനല്ല, ഇവൻ കണ്ടോ, ഒരു നോട്ടം കണ്ടോ? അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം, അടുത്ത ലഞ്ച് ബോക്സിൽ കാണാം. അപ്പോൾ ബൈ ബൈ. ഞാനും കഴിക്കട്ടെ കേട്ടോ.